ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പാടുണ്ടോയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഞാൻ ഒരു സാധാരണക്കാരെന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ മന്ത്രി ഗണേഷ് സാറ് കേൾക്കാൻ വേണ്ടിയിട്ടും സാറിൻ്റെ അറിവിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതെനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ഒരു അറിവില്ലായ്മയാണെങ്കിൽ എന്നോട് പൊറുക്കണം. എൻ്റെ ഒരു സംശയമാണ്. എന്നെപ്പോലെ തന്നെ ഒരുപാട് നോർമലായിട്ട് ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുടെയും സംശയമായിരിക്കും തോന്നുന്നു. കാരണം ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിൽ താമസിക്കുന്ന സമയത്ത് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വീടെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഡ്യൂട്ടിക്ക് രാവിലെ രാത്രിയും പോകുന്ന സമയത്ത് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയാണ്, റോട്ടിലേക്ക് നമുക്ക് ഇറങ്ങാൻ പേടിയാണ്. സത്യം പറയാലോ, ബസ്സുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചീറിപ്പാഞ്ഞിട്ടാണ് വരിക. നമ്മളിപ്പോൾ ഇടിക്കും, നമുക്ക് എന്തെങ്കിലും പറ്റുമെന്നുള്ള രീതിയിലാണ് നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്നവർ ചിന്തിക്കാറ്. എൻ്റെ മാത്രം സംശയമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ സംശയമാണ് ഞാനിപ്പോൾ ചോദിക്കുന്നത്. കാരണം അവരെ കുറ്റം പറയാൻ പറ്റില്ല ബസ്സുകാരെ. കാരണം എന്താണെന്നറിയോ, അവരുടെ ബേക്കിൽ ബസ്സുകളിലേക്ക് രണ്ട് നോർമൽ ബസ്സുകൾ പോകും. അതിൻ്റെ ബാക്കിൽ ഒരു ലിമിറ്റഡ് സ്റ്റോപ്പ് വരും. അതിൻ്റെ ബാക്കിൽ 2 KSRTC വരും. ഒക്കെ ഒരുമിച്ചാണ് പോവുക. അപ്പോൾ അവർക്ക് ആളുകളെ കയറ്റാനും സമയമില്ല, ആളുകളെ ഇറക്കാനും സമയമില്ല. ഈ ആളുകൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ലേ ഈ ബസ് ഇറക്കിയിരിക്കുന്നത്. അല്ലാതെ അവർക്ക് തനിയെ പോകാനാണെങ്കിൽ അവർക്ക് തനിയെ അവിടെ നിന്ന് സ്റ്റാൻഡിൽ നിന്ന് എടുത്തിട്ട് എവിടെയാണോ ഇറക്കേണ്ടത് അവിടെ ഇറക്കിയിട്ട് വീണ്ടും അവർ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ പോരെ. നമ്മളെ കയ്യിൽ നിന്ന് കളക്ഷൻ കിട്ടിയെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ നമ്മളെ നല്ലപോലെ കയറ്റുക എന്നുള്ളതും നല്ലപോലെ ഇറക്കുക എന്നുള്ളതും ഓരോ ബസ്സുകാരുടെ ഉത്തരവാദിത്വം കടമയാണ്. അവരെ നിശ്ചിത സ്ഥലങ്ങളിൽ എത്തിക്കുക എന്നുള്ളതും. നമ്മളെല്ലാവരും ബസ് കയറുന്നത് എല്ലാവരും ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളൊക്കെ ആയിട്ട് പല വഴിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബസ്സുകളിലൊക്കെ യാത്ര ചെയ്യുന്നത്. ബസ്സുകളിൽ നല്ല റോഡിലൂടെ ഒരുപാട് നമ്മൾ പോകുന്നതും അല്ലെങ്കിൽ നമ്മൾ സഞ്ചരിക്കുന്നതൊക്കെ നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ഇപ്പോൾ ഈ ബസ്സിലെ ജീവനക്കാരാണെങ്കിലും അവരുടെ കുടുംബം നോക്കാൻ വേണ്ടിയിട്ടല്ലേ ബസ്സിൽ പണിയെടുക്കുന്നത്. അപ്പോൾ അവരെയും കാത്ത് അവരുടെ ഭാര്യമാരും മക്കളും കുടുംബവും കുട്ടികളും ഒക്കെ കാത്തിരിക്കുന്നുണ്ടാവും. അതേപോലെ തന്നെയാണ് റോഡിലിറങ്ങുന്ന ഓരോ വ്യക്തികളും. പിന്നെ നമ്മളെങ്ങാനും ബസ്സിനൊക്കെ വന്നിട്ട് നമ്മൾ ചാരി രീതിയിലൊക്കെ പോവാം നമ്മളെയൊക്കെ. അപ്പോൾ നമ്മൾ പേടിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ വെട്ടിക്കാറൊക്കെ ഉണ്ട്. ഞാൻ ഈ ബൈക്കിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാനൊക്കെ ചെയ്യാറുണ്ട്. ആ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് വണ്ടി ഓടിക്കുമ്പോൾ പറയും, നീ ഒന്ന് അടങ്ങിയിരിക്കുമോ, വണ്ടി ഇപ്പം മറയുമെന്ന്. കാരണം പേടിച്ചിട്ട് നമ്മൾ പേടിയാക്കണം, വന്ന് ഇടിക്കുമോ എന്നൊക്കെയുള്ളൊരു പേടിയുണ്ടേ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ബസ്സുകാർ, എന്നൊരു കുഞ്ഞൊരു സംശയമാണ് ഞാൻ ചോദിക്കുന്നത്, ഈ ബസ്സുകാർക്കൊക്കെ ഇച്ചിരി ഒരു ടൈമിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇച്ചിരി ഒരു ഡിസ്റ്റൻസിൽ വണ്ടി ഇറക്കിക്കൂടെ? കാരണം മിനിറ്റിന് ബാക്കിൽ വരുമ്പോൾ ഇവരെ കയറ്റണം എന്നുള്ള രീതിയിലായിരിക്കും അവർ സ്പീഡിൽ പോകുന്നുണ്ടാവുക. അല്ലെങ്കിൽ ഇത്ര ടൈമിൻ്റെ ഉള്ള അവർക്ക് അവിടെ എത്തണം എന്നുള്ള കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ അവർ ബഹളമായി അടിയായി അല്ലേ. അപ്പോൾ അതൊക്കെ ആയിരിക്കും തോന്നുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ സർ. അതുകൊണ്ടൊക്കെ ഞാൻ പറയുന്നത് ഇച്ചിരി സ്പീഡ് കുറച്ചിട്ട് ഒരാളെ കയറ്റുന്നതും ഇറക്കുന്നതും. ഇതിന് മുമ്പ് ഇവിടെ ഒരു സ്ഥലത്ത് നിന്ന സമയത്ത് ഞങ്ങളുടെ വണ്ടി ഒന്ന് കംപ്ലൈൻ്റ് ആയപ്പോൾ ഞങ്ങളവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു വണ്ടി. അപ്പോൾ ഒരു കണ്ണ് കാണാത്തൊരു അച്ഛൻ റോട്ടിൽ ബസ് കാത്ത് നിൽക്കുന്നുണ്ട്. 5 or 6 ബസ്സോ ആ സ്ഥലത്ത് കൂടെ പോയിട്ട് ആ അച്ഛനെ ഒരാൾ പോലും കയറ്റിയില്ല. ഞാൻ കുറച്ച് ലോങ്ങിലാണ് നിൽക്കുന്നത്. അവിടെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, ഏട്ടാ നമുക്കൊരു ബസ് വരുമ്പോൾ ഇനി നിർത്തിച്ചിട്ട് നമുക്ക് ഈ അച്ഛനെ കയറ്റിയിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. കാരണം ഈ അച്ഛൻ ഓരോ ബസ് വരുമ്പോഴും കയ്യിൽ 2 കയ്യിലും അവർ പിടിക്കുന്ന ആ സംഭവം വെച്ചിട്ടുണ്ട്. അതെടുക്കും, ബസ്സുകാർ നിർത്തില്ല, അവരങ്ങ് പോവും. പിന്നെ എടുക്കും, പിന്നെ ആ അച്ഛൻ അങ്ങ് പോവും. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ ഞാൻ പറഞ്ഞു, അടുത്ത ബസ് എന്തായാലും നിർത്തിയില്ലെങ്കിൽ ഞാൻ പോയിട്ട് ആ അച്ഛനെ കയറ്റിയിട്ട് വരാമെന്ന്. ആ ബസ് എന്തോ ഭാഗ്യത്തിന് ആ ബസ് നിർത്തി. കണ്ണിച്ചോരുണ്ടോയെന്ന് തോന്നുന്നു ആ ബസ്സുകാർക്ക്, അവർ നിർത്തിയത്. അപ്പോൾ ഈ ആളുകളെ കയറ്റാൻ വേണ്ടിയിട്ടല്ല ഇവർ ഈ ബസ് റൂട്ട് ഉണ്ടാക്കിയതും ഈ ബസ് ഉണ്ടാക്കിയതും. അത് തനിയെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പം ഞാൻ പറയുന്നത്, ദൈവത്തെ ഓർത്ത് സ്പീഡ് കുറയ്ക്കാനുള്ള എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തുക. അതിനനുസരിച്ച് അവർക്ക് ഇച്ചിരി ടൈമിങ് കൊടുക്കുക. ഒരുപാട് അടുപ്പിച്ച് വരുന്ന ബസ്സുകൾക്കൊക്കെ അത്യാവശ്യം കുറച്ച് ടൈമിങ് കൊടുക്കുകയാണെങ്കിൽ അത്രയും പേരെ കയറ്റുക. അങ്ങനെ അവർ കയറ്റി പോകാനുള്ളൊരു സമയം അവർക്കുണ്ടല്ലോ. ഇതിൻ്റെ ഒരു അപേക്ഷയാണ്. ഇത് എങ്ങനെയാണ് ഇത് ഞാൻ പറഞ്ഞ രീതി ശരിയാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ സർ. എനിക്കറിയുന്ന രീതിയിൽ ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞതാണ്. കാരണം പേടിയാണ്. എല്ലാ ജീവനുകളും ഒരുപാട് വിലയുണ്ട് അല്ലേ. ഒരു കുഞ്ഞു പട്ടിക്കുട്ടിക്ക് പോലും ഒരുപാട് വിലയുണ്ട്. അപ്പോൾ എല്ലാവരും ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ ആയിട്ടാണ് ജീവിക്കുന്നത്. ബസ്സുകളിൽ കയറുന്നതും ബസ്സിലെ ജീവനക്കാർക്കും ജീവന് വിലയുണ്ട് അല്ലേ. അവരുടെയും പ്രതീക്ഷിച്ചും കാത്തും ഒരുപാട് കുടുംബങ്ങൾ പല വീടുകളിൽ ഇരിക്കേണ്ടത്. അവരുടെ കുടുംബം നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെയ്യുന്നത്. അപ്പോൾ അതിന് അവരുടെ ജീവൻ പോലും കളഞ്ഞിട്ടാണ് ഈ സ്പീഡിൽ ഓടിക്കുന്നത്. അപ്പോൾ ദൈവത്തെ ഓർത്ത് എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെന്നുണ്ടെങ്കിൽ ബസ്സുകൾക്ക് ഇത്ര സ്പീഡ് കുറയ്ക്കുക എന്നുള്ളൊരു രീതിയിലാക്കിയിട്ട് ഈ ടൈമിങ് ഇച്ചിരി കൂടെ കൂട്ടി എടുത്തെടുത്ത് വരുന്ന ബസ്സുകൾക്കൊക്കെ കുറച്ചൊരു സമയം കൊടുക്കുകയാണെങ്കിൽ കുറച്ച് നന്നാവുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇത് എൻ്റെ മാത്രം സംശയമാണ്. സാറിന് പറ്റുമെങ്കിൽ സാറിൻ്റെ അടുത്ത് ഈ വീഡിയോ എത്തുമെന്ന് എനിക്കറിയില്ല. എത്തുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ സാറ് ചെയ്യാം പ്ലീസ്.